ഓക്കെ, അപ്പോൾ നമ്മൾ ഓൺ പേജ് എസ്സിയോടെ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, URL അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഹോം പേജിന് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിനകത്ത് ഓൺ പേജിനകത്ത് കണ്ടൻസിനകത്ത് ഒരുപാട് കീവേഡ് ഒപ്റ്റിമൈസ് ചെയ്യാനുണ്ട്. സോ അത് നമ്മൾ കുറച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അത് അപ്ഡേറ്റ് ആയി നമുക്ക് വീണ്ടും ചെയ്യണം. സോ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക. അതിൻ്റെ അകത്തേക്ക് H1 ഹെഡർ, അത് H2, H3, H4 അങ്ങനെയുള്ള ടാഗുകൾ മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്യുക. അപ്പോൾ കീവേഡ് സ്റ്റഫ് ചെയ്യാതെ ആ ഒരു SEO ഫ്രണ്ടിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യാം. ഇനി നമ്മൾ ആ കൂട്ടത്തിൽ തന്നെ കനോണിക്കൽ ടാഗ് പറഞ്ഞായിരുന്നു. നമുക്ക് ഒരു വെബ്സൈറ്റിന് ഒരുപാട് ലിങ്കുകൾ ഉണ്ടെങ്കിൽ പല ലിങ്കുകൾ തന്നെ ഈ ഒരു സെർച്ച് എഞ്ചിന് കൺഫ്യൂസ്ഡ് ആകുന്നു, അല്ലെങ്കിൽ ബോട്ടുകൾക്ക് ഏതാണ് ക്രോൾ ചെയ്യേണ്ടത്, അങ്ങനെ വരുമ്പോൾ അത് SEO നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. സോ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ഏത് ലിങ്കാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ കനോണിക്കൽ ടാഗിൽ അവിടെ നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുക്കണം. അതുപോലെ ബ്രെഡ് ക്രംബിൻ്റെ കാര്യം പറഞ്ഞു. സോ അതെല്ലാം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് സൈറ്റ് മാപ്പാണ്. സൈറ്റ് മാപ്പ് എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റിൽ ഏതൊക്കെ പേജസ് ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതായത് നമ്മളൊരു വെബ്സൈറ്റ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു വെബ്സൈറ്റിൻ്റെ കൂടെ നമുക്ക് ആ ഒരു സൈറ്റ് മാപ്പിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വെബ്സൈറ്റിൽ ഏതൊക്കെ പേജസ് ഉണ്ട് എന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. സോ അതിൻ്റെ ബേസിൽ ബോട്ടുകൾക്ക് ഒന്നുകൂടെ ഈസി ആയിരിക്കും. ആ ഒരു പേജസ് ഫൈൻഡ് ചെയ്യാനും ക്രോൾ ചെയ്യാനൊക്കെ വളരെയധികം ഈസി ആയിരിക്കും. സോ ഇവിടെ നമുക്ക് ആ ഒരു സൈറ്റ് മാപ്പ് എന്താണെന്ന് നോക്കാം. നമുക്കതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന റാങ്ക് മാപ്പ് എന്ന് പറയുന്നതിൽ ചെയ്യാം. അവിടെ നമുക്ക് സൈറ്റ് മാപ്പ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ തന്നെ നമുക്ക് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ സൈറ്റ് മാപ്പ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇവിടെ കണ്ടോ, നമ്മുടെ സൈറ്റ് മാപ്പ് ഫൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ കൂടെ തന്നെ /sitemap_index.xml എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സൈറ്റ് മാപ്പ് നമുക്കിവിടെ അവൈലബിൾ ആയി കിട്ടും. സോ ഇത് കണ്ടോ, ഇവിടെയാണ് നമുക്ക് സൈറ്റ് മാപ്പ് കാണാൻ പറ്റും. അതായത് നമുക്ക് പോസ്റ്റുകൾ കാണാം, അതുപോലെ പേജസ് നമുക്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള പേജസ് ഏതൊക്കെയാണ്, പേജ്, കോഴ്സ്, എബൌട്ട്, കോൺടാക്റ്റ്, ഈ പേജസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. സോ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് XML സൈറ്റ് മാപ്പ്. XML സൈറ്റ് മാപ്പ് ജനറേറ്റ് ചെയ്താലുള്ള ബെനിഫിറ്റ് നമുക്ക് SEO സൈഡിൽ നിന്നും വളരെയധികം ബെനിഫിറ്റുകളുണ്ട്. അതായത് ബോട്ടുകൾക്ക് ക്രോൾ ചെയ്യാനും ഇൻഡെക്സ് ചെയ്യാനൊക്കെ ഉള്ള ആ ഒരു സ്ട്രക്ചർ, സൈറ്റ് മാപ്പ്, ഏതൊക്കെ പേജസ് ആണുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക്. അതുപോലെ പോസ്റ്റുകളും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പോസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പോസ്റ്റിനകത്ത് ഏതൊക്കെ പോസ്റ്റുകളാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിപ്പോൾ ഡീഫോൾട്ടായിട്ട് കിടക്കുന്ന കുറച്ച് പോസ്റ്റുകളും കാര്യങ്ങളാണ്. ഇതൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം വേണം നമ്മുടെ പോസ്റ്റുകൾ വരാൻ നേരത്ത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ സ്ട്രക്ചർ വേഗം മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നു. സോ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഏത് വെബ്സൈറ്റ് ആണെങ്കിലും കൂടെ നമുക്ക് ഇങ്ങനെയൊരു ഫോർ എക്സാമ്പിൾ നമുക്കിത് കോപ്പി പേസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഞാനിവിടെ ഈ ഒരു ഡൊമൈൻ്റെ അവിടെ ഞാൻ എൻ്റെ ഒരു വെബ്സൈറ്റിൻ്റെ എന്നത് കൊടുക്കുന്നു. അതിന് ശേഷം ഞാൻ എൻ്റർ പ്രസ് ചെയ്യുന്നു. എൻ്റർ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏത് വെബ്സൈറ്റാണോ ആ വെബ്സൈറ്റിനകത്ത്, ഇതിപ്പം /digitalplace.in എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റിൻ്റെ അകത്തെ ആ സൈറ്റ് മാപ്പ് വരും. അതുപോലെ ഏത് വെബ്സൈറ്റ് ഉണ്ടെങ്കിലും നമുക്ക് അതിവിടെ കാണിച്ചു തരും. സോ ഇങ്ങനെ ഓരോ വെബ്സൈറ്റ് നിങ്ങൾ കോമ്പറ്റിറ്റർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബിസിനസ്സിൻ്റെ പേജസിൻ്റെ ഫൈൻഡ് ചെയ്യണം, അവർ XML സൈറ്റ് മാപ്പ് ആഡ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡൊമൈൻ നെയിം കൊടുക്കാം. ഡൊമൈൻ നെയിമിന് ശേഷം sitemap.xml sitemap_index.xml കൊടുക്കാം. അതുപോലെ നമുക്ക് എന്തായിരിക്കും, ഇതുപോലെ നമുക്ക് അതിനകത്ത് കിടക്കുന്ന സൈറ്റ് മാപ്പുകൾ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ ചെയ്യുക, റാങ്ക് മാത്ത് ഒന്ന് ടൂൾ ചെയ്യുക. റാങ്ക് മാത്ത് ഒന്ന് ടൂൾ ചെയ്ത് കഴിഞ്ഞ് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് സൈറ്റ് മാപ്പ് ഉണ്ട്. ഇത് ജസ്റ്റ് ഓണാക്കി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് സൈറ്റ് മാപ്പ് ഇത് ജനറേറ്റ് ചെയ്ത് വരും. സോ വളരെയധികം ഈസി ആയിട്ട് നമുക്ക് ഇതിനകത്ത് വേഡ്പ്രസ്സിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് robot.txt ഫയൽ. അതെന്താണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.